തിരുലിഖിതങ്ങൾ. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളുകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി വീഴുകയില്ലേ? കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. അവിടുന്ന് നിർദ്ധയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഈ പാവപ്പെട്ട മനുഷ്യരോട് നമ്മൾ ചെയ്യുന്നതിന് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും, പകരം വീട്ടും. അവിടുന്ന് ജനതകളോട് പകരം വീട്ടും. അടുത്തത്, അവിടുന്ന് അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്ത് കളയും. ധിക്കാരികളുടെ കൂട്ടത്തെ അവിടുന്ന് നിർമാർജനം ചെയ്യും. നീ ഒരു നിർദ്ധയനാണോ? നീ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരോട് ദുർബലോടും ഭയങ്കരമായ മർക്കടപുഷി കാണിക്കുന്ന നീ അറക്കവാള് പോലെ, നീ കഴുതമുള്ള പോലെ, ഒരാൾക്കും ഒരു സ്വസ്ഥത കൊടുക്കാത്ത വിധം ഒരു മഹാദാഷ്ടിക്കാരനും വെനീസിലെ വ്യാപാരിയെ പോലെ ഒരു പിശുക്കനും ഭയങ്കരമായ കണ്ണുനീര് വരുത്തുന്നവനുമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണോ നീ? ചിന്തിക്കണം. നിർദ്ധയന്റെ അരക്കെട്ട് തകർക്കുന്ന ഒരു കർത്താവുണ്ട്. അനീതി പ്രവർത്തിക്കുന്നതിന് ചെങ്കോൽ തകർത്ത് കളയുന്ന ഒരു കർത്താവുണ്ട്. അനീതിക്കിരയായവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ചരിത്രത്തിൽ, ഭൂമിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സംസ്ഥാനത്ത്, ജില്ലയിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായം 32-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ആകുന്നു. രണ്ടും ഒരുമിച്ച് കത്തി നശിക്കും. മനുഷ്യന്റെ അഹന്തയ്ക്ക് അറുതി വരും. ഉദ്ധതമായ എല്ലാത്തിനും എതിരായ ഒരു ദിവസമുണ്ട്. കർത്താവ് ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവഭയത്തോടെ വ്യാപരിക്കണം. ദൈവവിചാരത്തോടെ ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് നിലവിളിക്കുന്ന മറ്റൊരു പാപമാണ് കൂലി വേലക്കാരോട് കാണിക്കുന്ന അവഗണന. അവർക്ക് കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുക. അവർക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന കൂലി നമുക്കെതിരെ നിലവിളിക്കും. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 24-ാം അധ്യായം 14 മുതലുള്ള തിരുലിഖിതങ്ങൾ, അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ, അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ, നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. കൂലിക്കാരന് നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുക്കും. നീ അവനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. ഒരു കൂലിക്കാരനോ ഒരു പാവപ്പെട്ടവനോ ഒരു ദരിദ്രനോ വന്നാൽ നീ അവന്റെ കൂലി വേഗം കൊടുക്കണം. പിടിച്ചു വെക്കരുത്. നീ അവനോട് കൊമ്പ് കുറക്കാൻ നിൽക്കരുത്. പണി ചെയ്യുന്നവനാണോ, നീ വേഗം അവന്റെ കൂലി കൊടുക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്, മകനേ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ ആകുലതകൾ നീ വർദ്ധിപ്പിക്കരുത്. യാചകന് നീ ദാനം താമസിപ്പിക്കുകയും അരുത്. ആവശ്യക്കാരനിൽ നിന്ന് നീ കണ്ണുതിരിക്കരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുലിഖിതങ്ങൾ, നിനക്കെതിരെ മനം നൊന്ത് പ്രാർത്ഥിക്കാൻ നീ ആർക്കും ഇടം കൊടുക്കരുത് എന്ന് സർവജ്ഞാനിയായ ദൈവം നമുക്കൊരു നിർദ്ദേശം തന്നിരിക്കുകയാണ്. അത് നമ്മുടെ വളർച്ചയെ, നമ്മുടെ കുടുംബ സമാധാനത്തെ, നമ്മുടെ ആത്മീയ സുസ്ഥിതിയെ, നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും. ഹല്ലേലൂയ. ഈ പാവപ്പെട്ടവരുടെ കൂലിയെല്ലാം പിടിച്ചു വെച്ച് അവർക്ക് വേണ്ട പോലെ കൂലി കൊടുക്കാതെ, അവരെ അമിതമായി ജോലി ചെയ്യിച്ച് അവർക്ക് വിശ്രമം കൊടുക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ളവരുടെ കൂലി പിടിച്ചു വെച്ചിട്ട് നീ പോയി പ്രാർത്ഥിച്ചാൽ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് നിന്റെ പ്രവൃത്തി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം, ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ
പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം, നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിലവിളി എൻ്റെയും നിങ്ങളുടെ ജീവന് തന്നെ എതിരായ ഇവരുടെ കണ്ണുനീര് നമുക്കെതിരെ വിളിച്ചാൽ കർത്താവ് ഇറങ്ങി വരികയും കർത്താവിൻ്റെ വാൾ നമ്മുടെ ജീവൻ അപഹരിക്കുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ജീവനെ നശിപ്പിക്കുന്നൊരു പാപമാണ് അനാഥരുടെയും വിധവകളുടെയും കൂലിക്കാരുടെയും കണ്ണുനീർ ദൈവസന്നിധി നിലവിളിക്കാൻ ഇടവരുത്തുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ ദൈവമേ, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അശുദ്ധ ജീവിതത്തിൽ നിന്നും എല്ലാ വൈകൃത സ്വഭാവങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. ദേശവാസികളെ സംരക്ഷിക്കണമേ. ഇങ്ങനെയുള്ള അനാഥരുടെ വിധവകളുടെ കണ്ണുനീര് ഒരു തുള്ളി പോലും ഈ കുടുംബത്തിലോ ഞങ്ങളുടെ കോമ്പൗണ്ടിലോ ഈ ദേശത്തോ വീഴാതിരിക്കാൻ തക്കവണ്ണം ഉദാരതയും കാരുണ്യവും സഹിഷ്ണുതയും ലാളിത്യവും വലിയ സ്നേഹവും എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ മേൽ മാത്രമല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കുഞ്ഞു മക്കൾ ഉൾപ്പെടെ എല്ലാവരുടെ മേലും ഔദാര്യത്തിൻ്റെ ആത്മാവ് നിറയണം, ഉദാരതയുടെ ആത്മാവ് നിറയണം, നീതിബോധത്തിൻ്റെ ആത്മാവ് നിറയണം, നീതിബോധത്തിൻ്റെ ആത്മാവ് നിറയണം. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ഉദാരമായി സഹിഷ്ണുതയോടെ ചെറിയവരെല്ലാം ഉൾക്കൊള്ളുന്ന വിശാല ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നൊരു സ്വഭാവം നൽകണമേ. ഹല്ലേലൂയ. പിടിച്ചു വെക്കുന്ന പിശുക്കിന്റെ അരൂപിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ദുഷ്ടത ആത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, മറ്റുള്ളവരെ ഞെരുക്കി പിശുക്കി അവർക്ക് കൊടുക്കാനുള്ളത് പിടിച്ചു വെക്കുന്ന അക്രമത്തിന്റെയും ദുഷ്ടതയുടെയും അനീതിയുടെയും ആധിപത്യങ്ങളും അരൂപികളും സ്വാധീനങ്ങളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും ദേശത്തു നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ കൂലി ഇഷ്ടംപോലെ അവർക്ക് ആവശ്യമുള്ള കൂലി കൊടുക്കാൻ തക്കവണ്ണമുള്ള തുറവി എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറനാഥാ. Come, Lord Jesus. സ്വർഗം തുറന്ന് നാഥനെഴുന്നള്ളും ഈ നിമിഷം പുണ്യ നിമിഷം. ജീവനായി എഴുന്നള്ളും നാഥനെ ഏകാവങ്ങേക്കാരാധന, ആരാധന, ആരാധന. വിണ്ണിലെ രാജകുമാരാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ അവിടുന്ന് അറിയുന്നവനാണ്. നിങ്ങളുടെ രോദനം ഞാൻ കേട്ടു, നിങ്ങളുടെ തകർച്ച ഞാൻ കണ്ടു എന്ന് പറയുന്ന ദൈവം ഇന്ന് ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ, കുടുംബത്തിലെ കണ്ണുനീര്, മനപ്രയാസങ്ങൾ, കാലങ്ങളായ തടസ്സങ്ങൾ, എതിർചിന്തകൾ, പൈശാചിക പീഡകൾ, ഓരോ തരത്തിലുള്ള സംശയങ്ങൾ, എല്ലാതരം എതിർപ്പിൻ്റെ സ്വഭാവം, വിമത സ്വഭാവം, ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന അവസ്ഥ,
എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കൃപയാണ് വ്യത്യാസപ്പെടുത്തുന്നത്, ദൈവശക്തിയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. തീ കല്ലിനെ നീറവയാക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കരങ്ങൾ സർവശക്തനിലേക്ക് നമുക്ക് ഉയർത്താം. ഓ ദൈവമേ, തീ കല്ലിനെ നീറവയാക്കി മാറ്റണമേ. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളാൻ തക്കവണ്ണം സർവശക്തി വ്യാപരിപ്പിക്കുന്നവനെ, ഇപ്പോൾ ഞങ്ങൾക്കെതിരെ അടഞ്ഞു കിടക്കുന്ന എല്ലാ അവസ്ഥകളിലേക്ക് ഉന്നത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഓരോ ബാലികാ ബാലന്മാരെയും സ്വർഗത്തിന് ശക്തി കൊണ്ട് ഇപ്പോൾ പൊതിയണമേ. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയട്ടെ. എല്ലാ ദുർസ്വഭാവങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളെ കൂടെ ഉപദ്രവിക്കുന്ന എല്ലാ രോഗങ്ങളും ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കി കൂടെ വരുന്ന എല്ലാ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബത്തിൽ നിന്ന് പകർച്ചവ്യാധികളും രോഗങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ബാലികാ ബാലന്മാർക്ക് അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സ്നേഹം നിറയട്ടെ. അനുസരണക്കേട്, പിടിവാശി, മർക്കടം സ്വഭാവം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ കിടന്ന് പലതരത്തിലുള്ള ദുർപീഡകൾക്ക് വിധേയപ്പെടുന്ന എല്ലാ കുട്ടികളിൽ നിന്നും ബാലികാ ബാലന്മാരിൽ നിന്നും എല്ലാ ദുരദർശങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. Lord Jesus.